സാറേ, വെറുതെ പ്രസംഗിച്ച് നടന്നാൽ പ്രസ്ഥാനം കാണില്ല, അടിച്ചാൽ തിരിച്ചടിക്കണം. ഞാൻ അടക്കമുള്ളവരങ്ങനെ അടിച്ചു നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നത്. മുൻ മന്ത്രി കൂടിയായ എം മണിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. അപ്പം CPM എന്ന് പറയുന്ന പ്രസ്ഥാനം നിൽക്കുന്നത് അങ്ങനെ തിരിച്ചടിച്ചത് കൊണ്ടാണ്. എങ്കിൽ മാത്രമേ ആളുകൾ ഞങ്ങളെ അംഗീകരിക്കൂ. അങ്ങനെയാണോ CPMൻ്റെ വളർച്ച? CPMൻ്റെ വളർച്ച അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം യെസ് ഓർ നോ ഉത്തരം പറയാനാണെങ്കിൽ യെസ് എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് CPMൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കാം. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ നവോത്ഥാനം. ഈ നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഉണർവിൻ്റെ കാലഘട്ടമായിരുന്നു. അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഒരു പീഡ ഉറുമ്പിന് പോലും ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞു, അല്ലേ? അതെ. അങ്ങനെ ഈ ഇപ്പം ഗാഡ്ഗിൽ റിപ്പോർട്ട് തുടങ്ങുന്നുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ട് പറയുന്നത് സുന്ദരിയായ ഒരു മദാലസ, സുന്ദരിയായ ഒരു പിന്നെ ഒരു മദാലസയുമായിട്ടാണ് വെസ്റ്റേൺ ഘട്ടിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ സുന്ദരിയെ ബലാത്സംഗം ചെയ്ത് അംഗഭംഗങ്ങൾ വരുത്തിയ അവസ്ഥയിലേക്ക് ആക്കി എന്നാണ് അതിൻ്റെ റിപ്പോർട്ടിന് തുടക്കം. അങ്ങനെയാണ്. അത് കാളിദാസൻ്റെ ഒരു കാവ്യശൈലി ഉദ്ധരിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത് തന്നെ. എന്ന് പറഞ്ഞതുപോലെ ഈ നവോത്ഥാനത്തിൽ കേരളം ഒരു ഉണർവിലേക്ക് ഉണരുകയായിരുന്നു. ആ ഉണർവിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു ശ്രേഷ്ഠനായ ഒരു പുരുഷൻ്റെ പിന്നെ പരിലാളനയിൽ, അവൻ്റെ പ്രണയാർദ്രമായ പരിലാളനയിൽ ഒരു സ്ത്രീ അവൾ സ്വയം സമർപ്പിതയായി, അതിൻ്റെ ആർദ്രയായി, ഇപ്പോൾ ശാരീരികമായിട്ട് പോലും ചേർന്ന് ഒന്നായി ഒരു അനുഭൂതിയുടെ തലത്തിലേക്ക്, ഒരു പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള നിമിഷത്തിൽ അർദ്ധനിമീലനയായി കിടന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ CPM വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിസുന്ദരിയായ അർദ്ധനിമീലനയായി ആർദ്രയായ ദമ്പതിക്രിയയ്ക്ക് തയ്യാറായ ഒരു യുവതി കിടക്കുന്നു. ആ സ്ത്രീയെ കയറി ബലാത്സംഗം ചെയ്യുന്നത് പോലെയാണ് കമ്മ്യൂണിസം കേരളത്തിൽ വന്നത്. അങ്ങനെയുള്ളൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ എളുപ്പവുമാണ്. അതിൻ്റെ അസുര സന്തതികളാണ് ഞാനും താങ്കളും ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന കാണുന്ന ആൾക്കാരെല്ലാം. അതിൻ്റെ അസ്വസ്ഥതകളാണ് നമ്മളീ കാണുന്നത്. അത്തരത്തിലുള്ളൊരു നല്ല ഒരു സന്തതിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് MLA-യിൽ നിന്നും വന്നിരിക്കുന്നത്. കാരണം മനുഷ്യനിൽ രണ്ട് ഘടകങ്ങളുണ്ട്. നമ്മളിൽ ജന്തുവംശത്തിലെ അംഗങ്ങളാണ്, ആണോ അല്ലേ? അതെ. അപ്പം നമ്മളിൽ ഈ ജന്തു സഹജമായ അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് വളരെ ശക്തമായിട്ടുണ്ടാവും. അപ്പം ഈ അനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ നമ്മൾ ജയിച്ച് നമ്മളിലെ മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരുന്നിടത്താണ് മനുഷ്യൻ്റെ ക്വാളിറ്റി ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ സർവൈവൽ ഭീതി, അപ്പം അത് മൃഗങ്ങളെ പാക്കായിട്ടാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു എന്തുകൊണ്ടാണ് പാക്കായിട്ട് കൂട്ടം കൂടി നടക്കുന്നത്? അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. തങ്ങൾ ആക്രമിക്കപ്പെടും. എപ്പോഴും ഈ സർവൈവൽ ഭീഷണി ഉണ്ടാകുമ്പോഴാണ്, നിലനിൽപ്പ് ഭീഷണി ഉണ്ടാകുമ്പോഴാണ് കൂട്ടം കൂടി ആക്രമിക്കാൻ നടക്കുന്നത്. ഇപ്പോൾ ഓരോ ജാതിയുടെയൊക്കെ പിന്നിലുള്ള സാധനം അതാ, ജാതി മതത്തിൻ്റെയൊക്കെ കൂട്ടായ്മ എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഈ പേടി കാരണമാണ്. എപ്പോഴും അറ്റാക്ക് ചെയ്യപ്പെടാം. അപ്പം അത് എതിർക്കണം. ഇത് ജന്തുവാസനയാണ്. അപ്പം ജന്തുക്കളുടെ ഈ പാക്ക് പോലെ ഉള്ളൂ നമ്മൾ ഈ കാണുന്ന ഓരോ കൂട്ടായ്മയും. അല്ലാതെ സംഘടനയല്ല. സംഘടനയും ഈ കൂട്ടായ്മയും വ്യത്യാസമുണ്ട്. മറ്റേത് സമ്യക്കായിട്ട് ഒന്നിച്ചാകുക എന്നുള്ളതാണ്. ഒരു അറിവിൻ്റെയും ആ മനുഷ്യൻ്റെ തല ഉയർന്നിട്ടുള്ള സംഘടനയ്ക്കാണ് അത് സംഘടന എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന സംഘടനയെല്ലാം ഈ ജന്തുവാസനയുടെ സംഘടന. ഓരോ അസോസിയേഷൻ തങ്ങളുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നിലനിൽപ്പ് ഭീഷണി വരുമ്പോഴാണ് എപ്പോഴും അറ്റാക്ക് വരുന്നത്. പേടിയിൽ നിന്നാണ് അറ്റാക്ക് വരുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് ഒരു പട്ടി ആക്രമിക്കാൻ വരുന്നത്? കുറച്ചാൽ തിരിച്ചു വരയ്ക്കുന്നു, പട്ടികൾ തിരിച്ചു കടിക്കാൻ വരുന്നു, അല്ലേ? അതേ ജന്തുവാസനയാണ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായകളെയും പുറത്ത് കാണുന്ന നായകളെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം അതാണ്. അത് ജന്തുവാസനയാണ്. അത് നിലനിൽപ്പ് ഭീഷണി കൊണ്ടാണ്. ഈ പട്ടിയുടെ ധൈര്യം കൊണ്ടല്ല നമ്മൾ കടിക്കാൻ വരുന്നത്. അത് ആക്രമിക്കപ്പെടുമോ എന്നുള്ള പേടി വരുന്നിടത്താണ് അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്ന സാധനം. അപ്പം എല്ലാ മൃഗങ്ങളും ആക്രമിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ മൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ ആക്രമിക്കത്തുള്ളൂ. പക്ഷെ മനുഷ്യരതല്ല, എപ്പോഴാണെങ്കിലും ആക്രമിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഈ ജന്തുവാസനയാണ് കാര്യം. നവോത്ഥാനം മനുഷ്യൻ്റെ വാസനയും ജന്തുവാസനയ്ക്ക് മുകളിലേക്ക് ഉണർത്തിക്കൊണ്ടുവന്ന സമയത്ത് അതിനെ അടിച്ചു താഴ്ത്തി ജന്തുവാസനയെ മുകളിൽ പ്രതിഷ്ഠിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ മണിയുടെ വാക്കുകളിൽ കാണുന്നത്. അല്ല, മണി പലപ്പോഴും പറഞ്ഞിങ്ങനെ, ഞാൻ പണ്ടിങ്ങനെ വന്നിട്ടുണ്ട് 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ വിവാദ പ്രശ്നം. തീർച്ചയായിട്ടും. പിന്നെ ഒരിക്കൽ പറഞ്ഞു ഡാം മുഴുവൻ തുറന്നു വിട്ട് അതുകൊണ്ടാണ് വെള്ളം പൊങ്ങിയത്. അപ്പോൾ പിന്നീട് അതൊക്കെ പറയുന്നത് മണിയല്ലേ പറയുന്നത്. അപ്പോൾ മണിക്ക് എന്തും പറയാവുന്ന ഒരു ലൈസൻസ് അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ.
ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ ഇന്നേരെ കൊന്നിട്ടുണ്ട് എന്നല്ലേ അദ്ദേഹം പറഞ്ഞേക്കുന്നത്? അതെ, അല്ലേ? അതെ, അത് പ്രിമാ ഫേസി തെളിവല്ലേ? അതെ, നമ്മുടെ നാട്ടിലൊരു നിയമമില്ലേ? ഉണ്ട്. ആ നിയമം അനുസരിച്ചിട്ട് നിയമ നടപടികളിലേക്ക് പോവുകയല്ലേ വേണ്ടത്? അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ അത് എം എം മണിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എം എം മണിയാണെന്ന് പറഞ്ഞ വ്യക്തിയാണോ നമ്മൾ വിദ്യാശക്തി വകുപ്പ് മന്ത്രിയായിട്ട് നമ്മളിവിടെ സർക്കാർ നിയമിച്ചത്? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തെ നിർണ്ണയിക്കുകയും സംസ്ഥാനത്തിന്റെ പൊതു ഘടനയെ അതിന്റെ സാമ്പത്തിക നിലയടക്കം അല്ലേ? മാത്രമല്ല ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ കാര്യം വിവിധതരം എനർജി സോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുകയും അതേപോലെ തന്നെ കണ്ടെത്തുകയും ചെയ്യേണ്ട നിർണായകമായ അസാധ്യമായ സാധ്യതകളുള്ള വെള്ളം മാത്രമല്ല ഇവിടെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ മാത്രമല്ല. ഉദാഹരണത്തിന് ഒന്നും വേണ്ട, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് എടുത്ത് നോക്കുക. അത് ഉദാത്തമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പൂർണ്ണമായിട്ടും അവർ സ്വന്തം നിലയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് റൺ ചെയ്യുകയാണ് ചെയ്തത്. അല്ലേ? അതേപോലെ എന്തെല്ലാം മാതൃകകൾ. ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വൈദ്യുതി ഭവന്റെ ഒരു ചിത്രം എന്റെ ടെലിവിഷനിൽ കണ്ടു. ഇലക്ട്രിസിറ്റി കൂട്ടാൻ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അല്ലേ? ഈ വൈദ്യുതി ഭവന്റെ മുകളിൽ പോലും ഒരു 2 പാനൽ വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ആലോചിക്കുമ്പോൾ, ഇത്രയും ശുഷ്കമായ ഇത്രയും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അവരുടെ ശമ്പളത്തിനും അവരുടെ ചെലവിനും വേണ്ടിയാണ് നമ്മുടെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എം എം മണിയെ പോലുള്ള ഭരണാധികാരികളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന് ഇരട്ടി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അതേപോലെ ഇത്തരം വ്യക്തികളൊക്കെ സമൂഹത്തിൽ സംസാരിക്കുകയും അതിനൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം പറയുന്നത് എന്തും നാട്ടുകാരെ വിളിച്ചറിയിക്കുക എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമ ദൗത്യം എന്ന് പറയുന്നത്. മാധ്യമം അത് കേൾക്കേണ്ടാത്ത സംഗതികളാണെങ്കിൽ ഒഴിവാക്കുക തന്നെ വേണം. ഇപ്പൊ അടിച്ചാലും തിരിച്ചടിക്കും, അത് കാട്ടുനീതിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു പക്ഷേങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വനപ്രദേശത്തിനടുത്ത് താമസിക്കുന്നുണ്ട്, അദ്ദേഹത്തിനുള്ള ഒരു ചില പ്രത്യേകതകളായിരിക്കാം അത്. പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യ സമൂഹത്തിന്, പരിഷ്കൃതമോ അല്ലാത്തതോ പോകട്ടെ, ഒരു മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും സ്വീകാര്യമായ സംഗതിയല്ല അടിക്കുന്നതാണ് നല്ലതെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ നമുക്ക് മനുഷ്യനാണ് എന്ന് പറയാനുള്ള യോഗ്യത എന്താണ്? അപ്പോൾ ഒരു സംഘടനയെ വളർത്താൻ അക്രമം ചെയ്താലേ പറ്റുള്ളൂ എന്ന് മണി തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ പിന്നെ ഈ വൃത്തികൾ ഇപ്പൊ കണ്ടിട്ടില്ലേ? നമ്മൾ ഓരോ പ്രകടനങ്ങൾ വായിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ബാരിക്കേഡ് തകർക്കാനായിട്ട് എന്തിനാണ് ഈ ബാരിക്കേഡ് തകർക്കാൻ പോകുന്നത്? അവരുടെ ഉദ്ദേശം എന്താ? സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബാരിക്കേഡ് വയ്ക്കുന്നു, അത് ഇട്ടിച്ച് തകർത്ത് മുമ്പോട്ട് പോകുന്നു, പോലീസ് വരുന്നു, പോലീസ് മറ്റേ ജലപീരങ്കി അടിക്കുന്നു, തകർക്കുന്നു. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് തകർത്തിട്ട് സെക്രട്ടേറിയറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക. എവിടെ ഈ ബാരിക്കേഡ് കൊണ്ട് എത്ര പേർക്ക് പോകണം, അകത്ത് പോകണമെന്ന് വെച്ചാൽ കൊണ്ട് പോയി, ശരി ഒരു മന്ത്രി കാണാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു, അവിടെ പ്രകടനം തീർന്നു സാധനം. അപ്പൊ അവിടെ നടക്കുന്ന ഈ പ്രതിഷേധങ്ങളുടെ മുഖത്ത് എവിടെയും നമുക്ക് ടെലിവിഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ആ മുഖം ശ്രദ്ധിച്ചു നോക്കുക. പല പ്രതിഷേധക്കാരുടെയും മുഖവും പ്രകടനവും ഒക്കെ പേയ പിടിച്ച നായക്കളുടെ മുഖത്തിന് സമാനമാണ്. ശ്രദ്ധിച്ചു നോക്കി അറിയാതെ എന്തും ചെയ്യാനുള്ളൊരു വാസനയായിരിക്കും. അത് ഈ ജന്തുവാസനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ 10-70 വർഷമായിട്ട് ഈ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചിട്ടപ്പെടുത്തിയ ചില രീതികളുണ്ട്. അത് പുരോഗമനമെന്ന് അറിയാതെ എല്ലാവരും വിശ്വസിച്ചിരിക്കുക. ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരനും BJP-കാരനും ഓരോ മലയാളിയും കേരളത്തിൽ പ്രാഥമികമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് വടക്കേ ഇന്ത്യയിലേക്ക് പോയ എല്ലാ മലയാളിയും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അത്യാവശ്യം ആൾക്കാർ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നോർത്ത് ഇന്ത്യക്കാർ സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ ജന്തുവാസനയെ, ജന്തു സ്വഭാവത്തെ മനുഷ്യനിലെ കൂടെ പ്രകടമാക്കുന്നതാണ് ഈ പ്രക്രിയ. അതല്ലെങ്കിൽ അടിച്ചാൽ തിരിച്ചടിക്കൂ. നമ്മളൊരു നിയമവ്യവസ്ഥയുള്ള രാജ്യത്തല്ലേ താമസിക്കുന്നത്. ഇദ്ദേഹം MLA അല്ലേ? ഇദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പിടിച്ചിട്ടല്ലേ സത്യപ്രതിജ്ഞ അല്ലേ? അതിനകത്ത് അടിച്ചാൽ തിരിച്ചടിക്കുക എന്നാണോ പറഞ്ഞത്? അപ്പോൾ ഭരണഘടന പദവി വഹിച്ച ഒരാൾ പോലും ഇങ്ങനെ പറയാൻ ഇപ്പോഴും അദ്ദേഹം MLA അല്ലേ? അപ്പൊ അദ്ദേഹത്തിനെതിരെ ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാ ലംഘനമല്ലേ അദ്ദേഹം നടത്തിയിരിക്കുന്നത്? ഇപ്പൊ ഭരണഘടനയെ കുന്തം കുടച്ചക്രം എന്ന് പറഞ്ഞത് പോലും നമുക്കിവിടെ പോലീസ് അന്വേഷിച്ചിട്ട് അതിനകത്ത് ഭരണഘടനാ ലംഘനമോ അല്ലെങ്കിൽ ഭരണഘടന അവഹേളനം ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഇവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അദ്ദേഹത്തിന്റെ മനോനിലയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അദ്ദേഹത്തിൽ ചെലുത്തിയ സ്വാധീനവും അത്രമാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ട സാധനമാണ്. ഇത്
കൊച്ചു കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ സംസ്കാരത്തിലേക്ക് ഞാൻ ഭാഗമാക്കാകണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം പ്രസംഗം കൊണ്ട്, വാക്കുകൾ കൊണ്ട് ഒരുപാട് പേരെ ആകർഷിച്ച ഒരുപാട് നേതാക്കളുണ്ട്. അപ്പോൾ അവരൊന്നും അല്ല ഈ സംഘടനകളെ വളർത്തുന്നത് എന്നുകൂടെ ഈ പറഞ്ഞു വെക്കുന്നതിന് തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് പണ്ടൊരു നേതാവ് ഇവിടെ പിതൃരാഹിത്യം എന്ന് പറഞ്ഞു. അതെ അല്ലേ? അതെ. AKG, EMS, EK ദിനാർ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാർ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ആരും ഉപയോഗിക്കാത്ത ഒരു പ്രയോഗമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അവരനുഭവിച്ച പീഡനങ്ങളുടെ ഒരു 1000-1 സ്വപ്നത്തിൽ പോലും ഇവരൊന്നും അനുഭവിച്ചിട്ടില്ല. അല്ലേ? അപ്പൊ അവരൊന്നും അത്രയും വലിയ പീഡനങ്ങൾ അനുഭവിച്ചിട്ട് പോലും ഉപയോഗിക്കാത്ത വാക്കുകൾ ഇവരൊന്നുകൂടെ ഉപയോഗിക്കുന്നു. അപ്പൊ അതിനർത്ഥം അത്രയധികം നിലനിൽപ്പ് ഭീഷണി ഈ പ്രസ്ഥാനം നേരിടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞെന്താ, സംഘടന നിലനിൽക്കണമെന്ന് പറഞ്ഞു. ആർക്ക് വേണ്ടി ഈ സംഘടന? ജനത്തിന് വേണ്ടിയല്ലേ? അല്ലേ? അതോ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ല, അവർ സംഘടനയുടെ നിലനിൽപ്പാണ് നോക്കുന്നത്. അപ്പൊ അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അവിടെയാണ് ആ മരണഭീതിയാണ്. അത് നമ്മുടെ പ്രസ്ഥാനം ഇല്ലാതായി കഴിഞ്ഞാൽ ഒന്നും അല്ലാണ്ടായി മാറി എന്നുള്ള പ്രശ്നമാണ്. അപ്പൊ ജന്തുവാസനയുടെ ഒരു പ്രതിഫലനമാണ് MM മണിയുടെ വാക്കുകളിലൂടെ പുറത്തു. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പുറത്തേക്ക് വെക്കുന്ന സംഗതി അത് ഞാൻ സ്വാധീനമാണ്. ഇങ്ങനെയുള്ളവര് എങ്ങനെയായിരിക്കും പുതുതലമുറ അനുകരിക്കുക? അല്ലെങ്കിൽ അവരെന്ത് കണ്ട പഠിക്കും? അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ ആകണോ വേണ്ടയോ, ഈ ജന്തുവാസനയിലേക്കാണോ നമ്മൾ പോകേണ്ടത്, ഉയരേണ്ടത്, അതോ നമ്മളിലെ മനുഷ്യത്വത്തിൻ്റെ അതിലേക്കാണോ ഉയരേണ്ടത്? ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ ടെക്നോളജി എടുത്ത് നോക്കുക. ടെക്നോളജി അതിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ടെക്നോളജി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. ക്വാണ്ടം തിങ്കിങ്ങിൻ്റെ ടൈമാണിത്. കുട്ടികൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ക്വാണ്ടം തിങ്കിങ്, ഈ ക്വാണ്ടം തിങ്കിങ്ങിൻ്റെ ലെവലായിരുന്നു ഈ ഉപനിഷത്ത് ദർശനത്തെ ശ്രീനാരായണ ഗുരു കേരളത്തിൽ നവോത്ഥാനത്തിന് പിന്നിൽ രചിച്ചത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും ആധുനിക സാങ്കേതിക വിദ്യയും സമ്മേളിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ക്വാണ്ടം തിങ്കിങ്ങിൻ്റെ ഈ ഒരു ലോകത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ചെറുപ്പക്കാരെ ആലോചിച്ച് നോക്കുക, യുവാക്കളെ ആലോചിച്ച് നോക്കുക, യുവതികളെ ആലോചിച്ച് നോക്കുക, ഈ MM മണി പറയുന്നതാണോ ശരി? അപ്പോൾ ഈ ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ ഭാര്യ എന്തെങ്കിലും ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവ് ഒരു വാക്ക്, അല്ലെങ്കിൽ ഭാര്യ ഏതെങ്കിലും ഒരു വാക്ക് പ്രതിഷേധത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചടിക്കണ്ടേ? ചുമ്മാതാണ് നമ്മുടെ കേരളത്തിലെ വീടുകളിൽ ഒരു കലഹങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് CPM അല്ലേ? അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് വീടുകളിൽ പ്രാവർത്തികമാകുന്നതെങ്കിൽ എനിക്ക് നിലനിൽക്കണം എന്നാണല്ലോ പറയുന്നത്. പാർട്ടിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അടിച്ചടിച്ചടിക്കണം. അപ്പം വീടിനുള്ളിൽ ഭാര്യയ്ക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന് തിരിച്ചടിക്കാൻ തയ്യാറായിരിക്കണം. അതുപോലെ ഭാര്യയെ തിരിച്ചടിക്കാൻ തയ്യാറായിരിക്കണം. അതുപോലെ മക്കളെ തിരിച്ചടിക്കാൻ തയ്യാറായിരിക്കണം. മക്കൾക്ക് രക്ഷകർത്താക്കളെ തിരിച്ചടിക്കാൻ തയ്യാറായിരിക്കണം. ഇല്ലേ? അപ്പോൾ അതല്ലേ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഇന്നത്തെ കേരളത്തിൻ്റെ പ്രശ്നം എന്താണ്? തകരുന്ന കുടുംബ ബന്ധങ്ങൾ, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാകുന്ന കുട്ടികൾ. കാരണം എന്താ? കുട്ടികൾക്ക് വീട്ടിൽ സ്വസ്ഥതയില്ല. ഈ അടിയും തിരിച്ചടി നടത്തുന്ന അച്ഛനെ അമ്മയാണ് കുട്ടികൾ കണ്ട് വളരുന്നത്. അല്ലേ? അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അവർക്ക് അവരുടേതായ സന്തോഷത്തിന്റെ വഴികൾ അവർ തേടുന്നു. ഇനി MM മണിയെ കൊള്ളണോ തള്ളയണോ എന്നുള്ള കാര്യമൊക്കെ കേരളീയ ജനത തീരുമാനിക്കട്ടെ. കാരണം ഇത് എനിക്കും താങ്കൾക്കും അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർ തീരുമാനിക്കേണ്ടതാണ്. ഈ സംസ്കാരത്തിലേക്കാണോ കേരളം വളരേണ്ടത്? ഒറ്റ ചോദ്യമേ ഉള്ളൂ, യെസ് ഓർ നോ. തീരുമാനിക്കട്ടെ. അതല്ലേ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ചോയ്സ് മേക്കിംഗ് ആണ്, ഡിസിഷൻ മേക്കിംഗ് ആണ്. നിങ്ങളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെ തിരഞ്ഞെടുക്കുന്നു. യെസ് ഓർ നോ. ഈ സംസ്കാരമാണോ വേണ്ടത്, വേണ്ടാത്തത്, അല്ലെങ്കിൽ വേണോ വേണ്ടയോ? തീരുമാനിക്കുക. വളരെ ലളിതമാണ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.